ആന്ധ്രാപ്രദേശിലാണുള്ളത്. നമ്മൾ ഒന്നിച്ചൊരു യാത്രയിലാണ്. അക്യുഷ് അക്യുപങ്ചർ അക്കാദമിയുടെ കോൺവെക്കേഷൻ തെലങ്കാന സ്റ്റേറ്റിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളോടൊപ്പം സുധീർ സാറ് കൂടെയുണ്ട്. സുധീർ സാറ് അക്യുപങ്ചറിലേക്ക് വന്നത് എങ്ങനെയാണ് എന്ന് പലരും പലപ്പോഴും ചോദിക്കാറുണ്ടാകും അല്ലേ? അപ്പോൾ എല്ലാ അക്യുപങ്ചറിസ്റ്റുകളെ പോലെയും പലതരത്തിൽ അലോപ്പതി മരുന്നുകളും മറ്റും പല അസുഖങ്ങൾക്ക് ഉപയോഗിച്ച് അസുഖം മാറാതെ വരുന്ന കണ്ടീഷനിൽ മരുന്നില്ലാത്ത ഈ ചികിത്സ അറ്റകൈ പ്രയോഗമായി പലപ്പോഴും ചെയ്ത് നോക്കുന്നതായിരിക്കും. എന്തായാലും സുധീർ സാറിനോട് അക്യുപങ്ചർ പഠിച്ച ശേഷം ഉണ്ടായ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം. അക്യുപങ്ചർ പഠിച്ച ശേഷം ലൈഫിലുണ്ടായ മെച്ചം, വിവാഹം, കുട്ടികൾ, ഇവരുടെയൊക്കെ വിഷയത്തിൽ അക്യുപങ്ചറുമായി ബന്ധപ്പെട്ടുണ്ടായ ലാഭം എന്തൊക്കെയാണെന്ന് പറയും? ജീവിതത്തിൽ അക്യുപങ്ചറിൻ്റെ മുമ്പും ശേഷവും എന്ന രണ്ട് രീതിയിൽ കൃത്യമായി വേർതിരിക്കാൻ പറ്റുന്നൊരു ജീവിത അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അക്യുപങ്ചർ പഠിച്ചത്. വൈഫും പഠിച്ചു. വിവാഹം കഴിഞ്ഞ് അക്യുപങ്ചർ പഠിക്കുന്ന സമയത്ത് മുതൽ ശരിക്കും എക്സ്പെൻസ് വല്ലാണ്ട് ജീവിതത്തിൽ സാധാരണ ഇതിൽ കല്യാണം കഴിഞ്ഞാൽ എക്സ്പെൻസ് കൂടുകയാണല്ലോ ചെയ്യുക. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് കഴിഞ്ഞാൽ പ്രഗ്നൻസി, ഡെലിവറി, കുട്ടികളുടെ പിന്നെ രോഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ ശരിക്കും എക്സ്പെൻസ് കൂടുക ചെയ്യുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓള് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ അക്യുപങ്ചർ പഠിച്ച എന്ന ഒറ്റ കാരണം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അൽഹംദുലില്ലാ വല്ലാത്തൊരു അനുഭൂതിയും അതിൻ്റെ ഒരു നന്മയും വല്ലാണ്ട് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഞാൻ സാധാരണഗതിയിൽ ക്ലാസ്സുകളിലൊക്കെ പറയുന്നൊരു കാര്യം, നമ്മൾ ഈ കൊടുത്ത പൈസ ഉണ്ടല്ലോ, നമ്മൾ അക്യുപങ്ചർ പഠിക്കാൻ കൊടുത്ത പൈസ, ആ പൈസ ഒരു മുതൽ സാധനമാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ആ വിഷയത്തിൽ കൊള്ളലാഭക്കാരനാണ്. കൂടുതൽ ലാഭം അക്യുപങ്ചർ പഠിക്കാൻ മുടക്കിയ പൈസയേക്കാൾ കൂടുതൽ കിട്ടി. അതിൻ്റെ രഹസ്യം എന്താ വെച്ചാൽ, വൈഫും ഈ അക്യുപങ്ചർ പഠിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ശരീരത്തെപ്പറ്റി മനസ്സിലാക്കിയ അവരുടെ പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ വളരെ സന്തോഷത്തിലും ആരോഗ്യത്തിലും ആകണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് അവർ വീട്ടിലേക്ക് ആയി, അങ്ങനെ പറയേണ്ടി വരും. അതങ്ങനെ തന്നെയാണ്. നമ്മളൊരു വിഷയത്തിലും ഒരിക്കൽ പോലും നിങ്ങൾ ഇതേ പറ്റുള്ളൂ, ഇതേ ചെയ്യാവുള്ളൂ എന്നൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത ഒന്നും ചെയ്തിട്ടില്ല. അവൾക്ക് അവളുടേതായ താല്പര്യങ്ങളുണ്ട്. സ്വയമായിട്ടും അക്യുപങ്ചർ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തിരഞ്ഞെടുക്കുന്ന രീതി അക്യുപങ്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവൾ എല്ലാ വിഷയങ്ങൾക്കും, എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അക്യുപങ്ചർ മാത്രമാണ് തിരഞ്ഞെടുത്തുള്ളത്. അത് ഈ പറഞ്ഞ പോലെ ഈ പഠനത്തിൽ നിന്ന് കിട്ടിയ ഗുണമാണ്. ജീവിതത്തിൽ വന്ന വല്ലാത്തൊരു സൗഭാഗ്യമാണ്. പഠിച്ചവൻ്റെ വലിയ അനുഗ്രഹമാണ്. എല്ലാ അക്യൂഷ്യൻസിനും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാകും. തീർച്ചയായും ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അക്യുപങ്ചർ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ നിവർത്തികേടോ അല്ലെങ്കിൽ പൈസ മുടക്കാനുള്ള മടിയൊന്നും അല്ല എന്ന് സമൂഹം മനസ്സിലാക്കണം. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ അസുഖങ്ങൾ മാറുക, മരുന്നില്ലാതെ ജീവിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു അഭിലാഷമായിരിക്കും. അത് ഈ ഒരു അറിവിലൂടെ പടച്ചവൻ സാധിച്ചു തരുമ്പോൾ അത് ഓരോരുത്തരുടെയും അവരുടെ ഫസ്റ്റ് ഓപ്ഷനായി തന്നെ, ഫസ്റ്റ് പ്രയോറിറ്റിയായി തന്നെ അക്യുപങ്ചർ മാറുന്നതിൻ്റെ കാരണം ഇതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വിമർശിക്കപ്പെടുന്നത്. കാരണം മരുന്ന് കമ്പനികളെ സംബന്ധിച്ച്, മാഫിയകളെ സംബന്ധിച്ച് അവരുടെ ചൂഷണങ്ങൾക്ക് പലപ്പോഴും ഈ അക്യുപങ്ചറിസ്റ്റുകൾ ഇരയാകാൻ കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടകരമായ കാര്യമായിരിക്കും. എല്ലാവർക്കും നല്ല വരുമാന മാർഗം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ആന്ധ്രയിൽ നിന്നും അൽത്താഫും സുധീറും അക്യുപങ്ചറിസ്റ്റുകളാണ്. നിർത്തുന്നു.